മട്ടക്കര മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി കൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്റർ നിർമ്മിച്ച മഹാത്മാഗാന്ധി സ്മാരക ഉദ്യാനം നാടിന് സമർപ്പിച്ചു. മട്ടക്കര ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഉദ്യാനത്തിന്റെയും സൊസൈറ്റിയുടെയും വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം സഹവകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ടൂറിസത്തെ വ്യവസായമായി തന്നെ കണ്ട് സർക്കാർ എല്ലാ തരത്തിലുമുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമീണ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് സർക്കാർ എല്ലാ പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ടൂറിസത്തിൽ വലിയ സാധ്യതകൾ ഉയർന്നു വരുന്നതായും വിഴിഞ്ഞത്തിന്റെ മുന്നേറ്റം വ്യാവസായ രംഗത്ത് മാത്രമല്ല ടൂറിസം രംഗത്തും കുതിപ്പേകുമെന്നും മന്ത്രി വിശദീകരിച്ചു. ഒരുപക്ഷെ വിദേശികളും സ്വദേശികളുമായി വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന നാടായി കേരളം മാറിയിരിക്കും. നമ്മുടെ ടൂറിസത്തെ ഒരു വ്യവസായമായി തന്നെ കണ്ട് അതിനെല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ ഇതേപോലുള്ള ഗ്രാമീണ ടൂറിസത്തിൻ്റെ വളർച്ച എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. ഈ അടുത്ത കാലത്ത് ടൂറിസത്തിൽ വലിയ സാധ്യതകൾ നമുക്ക് ഉയർന്നു വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തിൻ്റെ 2ാം ഘട്ടം ഞങ്ങൾ മിനിങ്ങാന്ന് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ICP അംഗീകാരം വിഴിഞ്ഞത്തിന് കിട്ടി. അത്തരം ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ നമുക്ക് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ക്രൂയിസ് ഷിപ്പിൽ കൂടി അവിടെ കൊണ്ടുവരാനും നമ്മുടെ നാടിൻ്റെ ടൂറിസത്തെ വളർത്തിയെടുക്കാനും കഴിയുന്ന പുത്തൻ സാധ്യതകളും സാഹചര്യങ്ങളും വളർന്നു വരികയാണ്. നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട വലിയ പ്രോജക്റ്റിൻ്റെ വരവോടുകൂടി നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖലയ്ക്കും മറ്റ് കാർഷിക മേഖലയ്ക്കുമെല്ലാം വലിയ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന പുത്തൻ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സംജാതമാകുന്ന ഒരു പൊതു പശ്ചാത്തലം കൂടി നമുക്കുള്ള ഒരു ഘട്ടത്തിലാണ് ഇവിടെ ടൂറിസത്തിലേക്കുള്ളൊരു കാൽവയ്പുമായി നമ്മുടെ ഈ സൊസൈറ്റി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ സൊസൈറ്റിയുടെ പ്രവർത്തന രംഗത്ത് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം മനുഷ്യനെ സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ അവരെ എല്ലാ അർത്ഥത്തിലും കൈപിടിച്ചുയർത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒപ്പം മനുഷ്യ സ്നേഹത്തിന് വേണ്ടി അവർ യാചിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് സഹായഹസ്തവുമായി ഓടിയെത്താൻ കഴിയുന്ന ഏറ്റവും നല്ല വിശ്വമാനവതയുടെ സന്ദേശമാണ് സൊസൈറ്റിയുടെ പ്രവർത്തന രംഗത്ത്, രോഗികളെ പരിചരിക്കുന്ന രംഗത്ത്, അവർക്ക് മരുന്നെത്തിക്കുന്ന രംഗത്ത്, അവർക്ക് വസ്ത്രവും ഭക്ഷണവും കൊടുക്കുന്ന രംഗത്ത് ഒക്കെ ഇടപെടുന്നു എന്നുള്ള വിശദീകരണം ഈ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല മനുഷ്യത്വപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഉള്ളടക്കമാണ് അതിലടങ്ങിയിരിക്കുന്നത്. മട്ടക്കര ആലമ്പൂട് ജംഗ്ഷനിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ജോസഫ് ആന്റണി കൈമരപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. പാലരൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ തോമസ് ഓലായത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം നിമ്മി ടിങ്കിൾരാജ്, സൊസൈറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് TP പ്രദീപ് കുമാർ, സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി രാഹുൽ K. സോമൻ, അകലക്കുന്നം പഞ്ചായത്ത് അംഗം സുധീർ V എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലകളിലും മറ്റ് വിവിധ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മാതൃകാ കർഷകരെയും സമ്മേളനത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു.